മുല്ലപ്പെരിയാർ പൊട്ടില്ലെന്ന് പറയാൻ ഇയാൾ ആരാവുകയെ? മിസ്റ്റർ ടി ജി മോഹൻദാസ്, നിങ്ങളൊരു ഫ്രോഡാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു കള്ള നാണയമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ നടത്തിയ 2 അഭിപ്രായ പ്രകടനങ്ങളാണ് ഇത് എന്നെക്കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതിർവരമ്പുകളില്ലാതെ കേരളവും അതിനപ്പുറം സമീപ സംസ്ഥാനങ്ങളും മാത്രമല്ല ഇന്ത്യയും ലോകവും ഒന്നാകെ വയനാടിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും അകമഴിഞ്ഞ പിന്തുണയും കരുതലും നൽകുമ്പോൾ എവിടെയോ ഒരു AC റൂമിലിരുന്ന് അതിൽ വർഗീയത മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളെ കള്ളനാണയം എന്നല്ലാണ്ട് പിന്നെ എങ്ങനെ വിശേഷിപ്പിക്കും? പിന്നെ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുക? ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന യുവാക്കളെ നോക്കി മതവെറി പൂണ്ടവരെ പോലെ അവഹേളിച്ച് സംസാരിച്ചത് ഒട്ടും ശരിയായില്ല. കലിതുള്ളി വന്ന കാലവർഷം മൂടോടെ കൊണ്ടുപോയത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയല്ല. അവിടെ പ്രവർത്തിക്കാൻ വന്നവർ ഏത് മതവിശ്വാസക്കാരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും ഒരേയൊരു കേരളം എന്ന ചിന്താഗതിയിൽ മാത്രം എത്തിയവരാണ്. ദുരന്തമുഖത്തല്ല അവർ പ്രവർത്തിക്കുന്നതെന്നാണ് താങ്കൾ കളിയാക്കി പറഞ്ഞത്. താങ്കൾ കണ്ടോ? കിലോമീറ്ററുകൾക്കകലെ AC റൂമിലിരുന്ന് അഭിപ്രായം പറയുന്നവൻ എന്തുമാകാം, എന്തും പറയാം. പക്ഷേ താങ്കളെപ്പോലെ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് നടിക്കുന്നവർ സംസ്കാരശൂന്യരുടെ നിലവാരത്തിലേക്ക് തരം താഴരുത്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും തീവ്രവാദം പറഞ്ഞാൽ ശിക്ഷ തന്നെ കൊടുക്കണം. അതേ ഹിന്ദുവും അതേ മുസ്ലിമും അതേ ക്രിസ്ത്യാനിയും യുദ്ധമുഖത്ത് ഒരേ മനസ്സോടുകൂടി നിന്ന് ഒരേ ആവശ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വർഗീയത കുത്തിവെക്കുകയല്ല. വന്നിച്ചില്ലേലും നിന്ദിക്കരുത്. അവിടെ താങ്കൾ കാണാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞ ഒരാരോപണം. അന്ന് രാവിലെ തിടുക്കപ്പെട്ട് എവിടെ നിന്നോ സംഘടിപ്പിച്ചതാണെന്നും അടിക്കുറിപ്പുണ്ട്. നിങ്ങൾ സാംസ്കാരിക നായകൻ ആണെന്നൊക്കെ സ്വയം പറഞ്ഞു നടക്കുമ്പോൾ സംസ്കാര ശൂന്യനാണെന്നേ മറ്റുള്ളവർക്ക് വിലയിരുത്താൻ സാധിക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി തന്നെയല്ലേ നിങ്ങൾ എല്ലാ ദിവസവും ഒരേ ഷർട്ടും ഇട്ടുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്? കാണുന്നവർക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. നമ്മൾ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ എന്തിനാണ് യൂണിഫോം ധരിപ്പിക്കുന്നത്? ഒരേ സ്കൂളിലെ അല്ലെങ്കിൽ ഒരേ ക്ലാസ്സിലെ കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. അത് അവരുടെ പരസ്പരമുള്ള ആശയവിനിമയത്തിന് ഒരുപാട് സഹായിക്കും. അതുതന്നെയാണ് ഇവിടെ DYFIക്കാരും ഇനി ഷിയ ആയാലും സുന്നി ആയാലും RSSന്റെ കാക്കി കുപ്പായക്കാരായാലും ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പൂർവാശ്രമം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു കടുത്ത മതവെറിയനാണ്, മതമൗലികവാദിയാണ്. മതവും ജാതിയും ഒക്കെ നിങ്ങൾ പറഞ്ഞോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ പറ്റി താങ്കൾ പറഞ്ഞത് കേട്ടപ്പോൾ അതിലും വലിയ ദുരന്തമാണ് നിങ്ങളെന്ന് മനസ്സിലായി. സുന്നി മുസ്ലിം ആകട്ടെ, ഷിയ മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, നഷ്ടപ്പെട്ടത് എല്ലാവർക്കും കൂടിയാണ്, എല്ലാവരുടെയുമാണ്. ദുരന്തമുഖത്തെത്തിയ സേവാഭാരതി പ്രവർത്തകർ രാത്രിയിൽ തലചായ്ക്കുന്നത് എവിടെയാ? വയനാട്ടിലെ ഏതോ പള്ളിമേടയിലല്ല, പള്ളിക്കുള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് നിങ്ങൾ പറഞ്ഞത് വളരെ തരം താഴ്ന്നതായിപ്പോയി. നാണമില്ലേ നിങ്ങൾക്കിതുപോലെ വർഗീയത പറയാൻ? നിങ്ങൾ ഈ അവഹേളിച്ച ചെറുപ്പക്കാരുണ്ടല്ലോ, അവർ ദുരന്തമുഖത്ത് വെള്ളത്തിലും ചെളിയിലും നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ അറപ്പില്ലാതെ വാരിയെടുക്കുമ്പോൾ നിങ്ങൾ അവരെ അഭിനന്ദിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ വർഗീയ വിഷം ചീറ്റുകയല്ല ചെയ്യേണ്ടത്. അവർ വാരിയെടുക്കുന്ന ഒരാളോടും ജാതി ചോദിക്കുന്നില്ല, മതം ചോദിക്കുന്നില്ല, രാഷ്ട്രീയം ചോദിക്കുന്നില്ല. ശരീരമനങ്ങാതെ ദുരന്തമുഖത്തിന് ഏറെ അകലെ AC മുറിയിലിരിക്കുന്ന നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് എന്തും പറയാം. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ കേരള ജനതയോട് മാപ്പ് പറയണം. അതുപോലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടില്ലെന്ന് എന്തുറപ്പിൻ്റെ പേരിലാണ് നിങ്ങൾ പറയുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു നിർമ്മിതിയെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഡാമിൻ്റെ പുറത്ത് മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണും അതിൻ്റെ മുകളിൽ വളർന്നു നിൽക്കുന്ന
മരങ്ങളുമാണ്. മുല്ലപ്പെരിയാർ പൊട്ടുമെന്നുള്ളത് ഒരു ഭയമല്ല, മറിച്ച് ഒരു ഫോബിയയാണെന്നാണ് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങൾ മലയുടെ മക്കളെ വെല്ലുവിളിച്ചല്ലോ, മലയിറങ്ങി അപകട സാധ്യത ഇല്ലാത്തിടത്ത് താമസിക്കാൻ. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളത്തിൽ എവിടെയാണ് അപകട സാധ്യതയില്ലാത്തൊരു സ്ഥലം? ഇത്ര ധൈര്യവാനാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. വള്ളക്കടവിൻ്റെ താഴെ അണ പൊട്ടിയാൽ ആദ്യം കുത്തിയൊലിച്ചു വരുന്നതിൻ്റെ കരയിൽ വന്ന് താവളം ഉറപ്പിക്കുക. അവിടെ വന്ന് താമസിക്കുക. വയസ്സ് 69 ശിഷ്ടകാലം മലയുടെ മക്കളുടെ കൂടെ താമസിക്കുക. ഫോബിയയാണത്രേ, അതായത് ഭയം എന്ന് പറയുന്ന അസുഖം. നിങ്ങൾക്കതില്ലാത്ത സ്ഥിതിക്ക് ധൈര്യമായി വന്ന് വള്ളക്കടവിൽ താമസിക്കാം. ആരെയും പേടിക്കേണ്ട. മുല്ലപ്പെരിയാറിൽ ഈ ഇടവപ്പാതിക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം തുലാവർഷത്തിലാണ് മുല്ലപ്പെരിയാറിൽ വെള്ളം കൂടുതലുണ്ടാകുന്നത്. ഇടവപ്പാതിയിലെ മഴയ്ക്ക് മുല്ലപ്പെരിയാർ നിറയുകയും തുലാവർഷത്തിൽ അതിൽ നിന്നും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ജലം അത് ശേഖരിച്ച് ഇടുക്കി ഡാം നിറയ്ക്കണമെന്നുമാണ് ഇടുക്കി ഡാം പണിയുമ്പോഴുള്ള കണക്കൂട്ടൽ. ഇടുക്കി ഡാം നിറഞ്ഞു നിൽക്കുമ്പോൾ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാലാണ് നമ്മളാരും ആഗ്രഹിക്കാത്ത ആ ദുരന്തമുണ്ടാകുന്നത്. 71 അച്യുതമേനോൻ സർക്കാർ അണക്കെട്ട് തീരെഴുതി കൊടുത്തതിനെപ്പറ്റി എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? പഴയ കോൺഗ്രസ് സർക്കാരൊക്കെ പോകട്ടെ, കഴിഞ്ഞ 10 വർഷമായി താങ്കൾ പിന്തുണയ്ക്കുന്ന BJP സർക്കാരാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. അതെങ്ങനെയാ? നിങ്ങളും തമിഴ്നാട്ടിന് വേണ്ടി നിലനിൽക്കുന്നവനല്ലേ? ഇവിടെ എത്ര കോടി ജനം മരിച്ചാലും അത് നിങ്ങളെ ബാധിക്കുന്നില്ലല്ലോ. ആ ഒരു ചിന്താഗതിയല്ലേ നിങ്ങൾക്കുള്ളത്? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്ത പോലെ പ്രവർത്തിക്കുന്നതാണോ? അതോ മനസ്സിലാകാത്തത് തന്നെയാണോ താങ്കൾ വെളിപ്പെടുത്തണം? പൊട്ടനായി അഭിനയിക്കരുത്. താങ്കൾ എന്താ പൊട്ടൻ കളിക്കുകയാണ്? ഏതായാലും താങ്കൾ പൊട്ടനല്ല. താങ്കൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ശരിയല്ലെന്നുള്ള താങ്കളുടെ കാഴ്ചപ്പാട് മാറ്റിവെക്കണം. താങ്കളുടെ അറിവുകളെല്ലാം ശരിയാണെന്നുള്ള കാഴ്ചപ്പാടുകളും മാറ്റിവെക്കണം. താങ്കളുടെ ശരി മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ തെറ്റായിരിക്കും. ഏതായാലും കേരള ജനതയെ ചേർത്ത് പിടിക്കേണ്ട നിങ്ങൾ ഒരു കള്ളനാണയമായി മാറിയെന്നറിയുമ്പോൾ ഞങ്ങൾക്കും വിഷമമുണ്ട്. അറിവ് വിളമ്പുന്ന കൂട്ടത്തിൽ ധാരണകളും കൂടി വിളമ്പരുത്. അത് നിങ്ങളുടെ മാത്രം ധാരണകളാണ്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മുല്ലപ്പെരിയാറിനെ വേണ്ട വിധം കാണാതെ പോകുന്നവർ ദുരന്ത ഭൂമിയിലേക്ക് ഓടി വരാനായി കോട്ടും സൂട്ടും റെഡിയാക്കി നിന്നോളൂ. സംഭവ സ്ഥലത്ത് വന്ന് നിന്ന് മുതലക്കണ്ണീർ ഒഴുക്കാൻ സമയം ഒട്ടും പാഴാക്കണ്ട. ആദ്യം ഓടിയെത്തുന്നവനാണല്ലോ മിടുക്കൻ. അതാണല്ലോ പ്രമാണം.